ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മിയന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ പപ്പടം വറുക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും വീട്ടിൽ പപ്പടം പൊരിക്കാറുണ്ടല്ലോ അല്ലേ? ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു പപ്പടമാണ് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇന്ന് മഞ്ഞ കളറിലുള്ള ഒരു പപ്പടമാണ് പൊരിച്ചെടുക്കുന്നത്. എണ്ണ തിളച്ചതിന് ശേഷം ഒരിക്കലും മഞ്ഞൾപ്പൊടി ചേർക്കരുത്, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. നല്ലൊരു കളറുള്ളൊരു പപ്പടമാണ് ഞാനിന്ന് പൊരിച്ചെടുക്കുന്നത്. പപ്പടം പൊരിക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ നല്ല പോലെ കോമളച്ച് വരും. ചിലർക്ക് ഇങ്ങനെ കോമളച്ച പപ്പടമായിരിക്കും ഇഷ്ടം. എന്നാൽ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ വീർത്തിരിക്കുന്നതൊക്കെ ചുങ്ങിയിട്ട് ഒരു തണുത്ത പോലെയായി പോകും. അതില്ലാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പപ്പടം പൊരിക്കുന്നതിന് മുമ്പ് ഈ പപ്പടത്തിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പപ്പടം പൊരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ലോണം കൊമളച്ച് വരികയും ചെയ്യും, നല്ലൊരു മുറുക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്യും പപ്പടത്തിന്. അപ്പം ഇതേപോലെ പപ്പടം പൊരിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു കളറുള്ളൊരു പപ്പടമാണിത്, ഒരു വെറൈറ്റി അല്ലേ. അടുത്തതൊരു ചെറിയൊരു ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടാവുകയില്ലേ, അത് നമ്മുടെ ഉപയോഗത്തിന് ശേഷം നമ്മൾ ഇതേപോലത്തെ ഒരു മൂടി വെച്ച്, നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൽ പല്ലിയും പാറ്റിയൊന്നും കയറുകയില്ല. ചില സമയത്ത് നമുക്ക് രാവിലെയൊക്കെ ആണെങ്കിൽ ഈ ചതയ്ക്കുന്ന കല്ല് നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ ആവശ്യം വരുമായിരിക്കും. അപ്പം നമ്മളിത് എല്ലാ പ്രാവശ്യവും കഴുകിയെടുക്കുന്നതിന് പകരം നമ്മൾ ഒരു തവണ ഉള്ളിയൊക്കെ ചതച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ അടുത്തതായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് എപ്പോഴും കഴുകേണ്ട ആവശ്യം വരികയില്ല. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഇങ്ങനെയൊന്ന് കമത്തി വെച്ചാലും മതി, പല്ലികളും പ്രാണികളൊന്നും കയറാതിരിക്കും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരുപാട് പേനകളൊക്കെ ഉണ്ടാവുകയില്ല, അതിങ്ങനെ വലിച്ചു വാരിയിടാതെ നമുക്കിതൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ എടുത്തിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പേനയൊക്കെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ഇതിനകത്തുനിന്ന് പേന എടുക്കാനും പുതിയ പേന അതിലേക്ക് വയ്ക്കാനും നല്ല ഈസി ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ മരുന്നൊക്കെ കുടിക്കുന്ന ഇതുപോലത്തെ ചെറിയ അടപ്പുണ്ടല്ലോ, ഈ അടപ്പിൽ മരുന്ന് എടുത്തതിന് ശേഷം നമ്മൾ കഴുകിയാലും ചിലപ്പോൾ ഇതിനകത്ത് മരുന്നിൻ്റെ അംശമൊക്കെ ഇരിക്കും. അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അടപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം മരുന്ന് ഒഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കഴുകുമ്പോൾ ഈ മരുന്നിൻ്റെ ഇതൊന്നും ഇതിനകത്ത് ഉണ്ടാവുകയില്ല, നല്ലപോലെ കിട്ടുകയും ചെയ്യും. നമ്മൾ സോപ്പിട്ട് കഴുകുകയൊന്നും വേണ്ട, വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ തന്നെ ഇതിനകത്തു നിന്നുള്ള മരുന്നിൻ്റെ അംശമൊക്കെ പോയി കിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ലേ? ഇനി നമുക്ക് ഇതേപോലെ ചക്കയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതായത് ഒന്നുകിൽ ഇഡ്ഡലി പാത്രത്തിലിട്ടൊന്ന് ആവി കയറ്റിയിട്ടോ, അല്ലെങ്കിൽ ഞാനിവിടെ കുക്കറിലിട്ടൊന്ന് വേവിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ തണുപ്പൊക്കെ നല്ലപോലെ മാറണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലത്തെ ഒരു ടിൻ എടുക്കുമ്പോൾ ടിന്നിൽ വെള്ളം ഒട്ടും ഉണ്ടാവരുത്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കറി വയ്ക്കുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത ടിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടിപ്പാണ്. നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്പുകളുണ്ട്. അതിലൊന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുട്ട പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ മുട്ട പൊട്ടുകയില്ല. ഇനി ഞാൻ ഇവിടെ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാസ്ക് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കേടായി പോകും. അതായത് ഇതിൽ നമ്മൾ ചൂടുവെള്ളമോ ചായ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് നിലനിൽക്കില്ല. അപ്പം നമ്മൾ ഈ ഫ്ലാസ്ക് എന്താ ചെയ്യുക? ഇത് കളഞ്ഞിട്ട് നമ്മൾ വേറെ പുതിയ ഫ്ലാസ്ക് വാങ്ങിക്കും. ഈ പഴയ ഫ്ലാസ്ക് കൊണ്ടുള്ളൊരു റീയൂസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ള പയർ വർഗ്ഗങ്ങൾ, അതായത് കടല, പരിപ്പ്, പയറ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഫ്ലാസ്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലാസ്ക് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചാലും ഇതൊന്നും പെട്ടെന്ന് കേടുവരികയില്ല. നമ്മുടെ പയർവർഗ്ഗങ്ങളൊന്നും പെട്ടെന്ന് കേടുവരികയില്ല. അപ്പോൾ നമ്മൾ കളയാൻ വച്ചിരിക്കുന്ന ഈ ഫ്ലാസ്ക് കൊണ്ടുള്ള ഒരു അടിപൊളി ഉപയോഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട്
നമ്മളെല്ലാവരും രാവിലെയും വൈകുന്നേരമൊക്കെ ചായ കുടിക്കുന്നവരാണല്ലോ. അങ്ങനെ ചായ തിളപ്പിക്കുമ്പോൾ നമുക്ക് ചായപ്പൊടി ഉണ്ടാവാറില്ലേ? ആ ചായപ്പൊടി ഇനി കളയരുത്. നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കോ പച്ചക്കറികൾക്കോ ഒക്കെ നമുക്ക് ഈ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പറഞ്ഞ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.